എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഇടിയിറച്ചി ഉണ്ടാക്കിയാലോ? വായോ. ഇടിയിറച്ചി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മാത്രം, ഇവിടെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കാനാണ്. അന്നേരം കുറച്ച് ഇറച്ചി ഉള്ളായിരുന്നു, ഒരു 200 ഗ്രാം ഇറച്ചി വരുമായിരിക്കും. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെക്കാനാണ്. അതുകൊണ്ട് ഈ പീസ് ഇത്രയും വലിയ പീസായിട്ടാണ്, ഇങ്ങനെ നീളത്തിൽ നമ്മൾ എടുക്കണം പീസ്. ഇച്ചിരിയും കൂടെ കനം കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതിനകത്തേക്ക് ഇനി നമുക്ക് മുളക് പൊടിയും മറ്റു മസാലയെല്ലാം കുറച്ചിടാം. 1/4 സ്പൂൺ ഉപ്പിട്ടു, പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് നമുക്ക് വേവിക്കാൻ കുക്കറിനകത്ത് വെക്കാം. നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടി, ഇത് ഇടിയിറച്ചിക്ക് വേണ്ടിയാണല്ലോ, അതുകൊണ്ട് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് 1 സ്പൂണ് വിനീഗർ ഒഴിക്കാം. അങ്ങനെ നമ്മളിവിടെ ഇറച്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രൈ ആക്കാൻ പോവുകയാണേ. നമ്മൾ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. കടുകിട്ട് പൊട്ടി. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാവേ. ഇഞ്ചിയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം, സാധനത്തിൻ്റെ അളവിനനുസരിച്ച്. അതുകൊണ്ട് എത്രയും വെളുത്തുള്ളി, അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞത് അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിട്ട ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. അപ്പോൾ ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഇറച്ചിയും കൂടെ ഇട്ട് കൊടുക്കുവാണ്, ഇടിയിറച്ചി. ചുമന്ന് വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇറച്ചി കണ്ടെന്ന സൈഡിലോട്ട് ആക്കിയിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാവേ. കുറച്ച് മുളക് പൊടി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഗരം മസാലയാണ്, മസാലപ്പൊടി. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാ. മസാല തീരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. അന്നേരം നമ്മൾ ആദ്യം ഇറച്ചി വേവിക്കാൻ വെച്ചപ്പം കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുരുമുളക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ടിട്ടാൽ മതി, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും. അതുപോലെ തന്നെ ഉപ്പും ആവശ്യമുണ്ട് നോക്കിയിട്ട് ഇട്ടാൽ മതിയേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുവിധം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഇറക്കുവാണേ. ഇതാണ്ട് നമ്മൾ 2 സവോള വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത പാനിനകത്ത് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഈ സവോള വറക്കാൻ ഇടുവാണ്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പിട്ട് വഴറ്റുമ്പം നമുക്ക് പെട്ടെന്നത് മൂത്ത് കിട്ടും. അന്നേരം നമ്മുടെ സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അധികം കരിഞ്ഞു പോകരുതേ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കും, 1 സ്പൂൺ ചതച്ച മുളക്. പിന്നെ നമ്മുടെ ഇറച്ചിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഓരോരുത്തർക്കും ചെയ്യാം. പിന്നീട് കുറച്ച് ഗരം മസാലയും കൂടാണ്. പിന്നെ ഒരു കുഞ്ഞ് സ്പൂണിന് കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ
നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന ഇറച്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവേ. പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് സാധനം ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നമ്മൾ ഇനി ഇട്ടാൽ അത് പച്ച ചുവയ്ക്കും, ഇറച്ചി അങ്ങ് ഡ്രൈ ആയി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മൾ കുറേ നാളത്തേന് വെച്ചേക്കാനാണെങ്കിൽ ഇതിനകത്ത് ഈ സവോള ഇടരുത്. സവോള സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് സൂക്ഷിക്കാനാണെങ്കിൽ കുറച്ച് നാളിരിക്കും, അല്ലെങ്കിൽ അത് ചീത്തയായിപ്പോവും. അത് മാറ്റിയിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി വെച്ചേക്കാനുള്ള. അതുപോലെ തന്നെ എണ്ണ ഉപയോഗിക്കുന്നത്, ഞാനിപ്പോൾ നല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സൺഫ്ലവർ എള്ളെണ്ണയ്ക്കകത്ത് അല്ലെങ്കിൽ നല്ലെണ്ണയ്ക്കകത്ത് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പാങ്ങനുസരിച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതാണ് നമ്മുടെ ഇടിയിറച്ചി. ഇങ്ങനെ കിട്ടും. നല്ല അപാര ടേസ്റ്റാണ്. നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, അതുപോലെ നല്ല രുചിയാണിതിന്. അപ്പോൾ കൊച്ചുങ്ങൾക്കൊക്കെ ചപ്പാത്തിയുടെ കൂടെയും ചാറ് കറിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ എന്ത് സൈഡായാലും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് വിദേശത്തേക്ക് പോകുന്നവർക്ക് കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.